വയനാട് മുണ്ടക്കൈയിൽ സംഭവിച്ച ദുരന്തമുഖമാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ മരണപ്പെട്ടു. ഇവിടെ ദുരന്ത സേനയാണ് ഇപ്പം ആൾക്കാരെ സഹായിക്കാണ്ട് നിൽക്കുന്നത്. അവർക്ക് താൽക്കാലികമായി ഒരു പാലമൊക്കെ ഉണ്ടാക്കി ആൾക്കാർ. അതുപോലെ തന്നെ വീടുകളിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ ആൾക്കാരുടെ ഒത്തിരി വീട്ടുപകരണമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ സമയത്ത് ആൾക്കാരെ സഹായിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വരണം. ബാണാസുരസാഗറിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ സൂക്ഷിക്കണം. വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ ചുറ്റുപാട് പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റോഡുകളിലെല്ലാം വെള്ളമാണ്. അവിടെ നദി ഏതാ റോഡ് ഏതാണെന്ന് അറിയത്തില്ല, അതുപോലെ ആയി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ സൂക്ഷിക്കണം. ഈ വരുന്ന ദിവസങ്ങളിലും വെള്ളം ഉയർന്നേക്കാം. പല ക്ഷേത്രങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തേനീച്ച കർഷകർ അവരുടെ കൂടുകളൊക്കെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ദുരന്ത സേനകൾ ഉണ്ടോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൾക്കാരെയൊക്കെ തെങ്ങിൻ്റെ ചെറിയ പാലം ഉണ്ടാക്കി ആൾക്കാർ അതിനെ കൂടെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഒത്തിരി വീടുകൾ കല്ലുകളൊക്കെ വലിയ കല്ലുകളാണ് ഒഴുകിക്കൊണ്ട് വന്നിരിക്കുന്നത്. കേരളം സംഭവിച്ച ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ വയനാട് സംഭവിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ജോസിയൻ ഗ്രീൻവുഡ്സിൻ്റെ അഗാധമായ ദുഃഖം, ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഓടകളൊക്കെ കൃത്യമായിട്ട് ശരിയാക്കണം. ഓടകൾ